അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പേര് റബിയ ഹാദിയ. ഞാൻ കൊണ്ടോട്ടി ഒഴുകൂരിൽ നിന്നാണ് വരുന്നത്. ഹാദിയ ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണിപ്പോൾ. എനിക്ക് ഹിഫ്ള് പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഹിഫ്ള് പഠിക്കാൻ കഴിയാത്ത വിഷമം കൊണ്ട് ഇനി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരു നല്ല ടീച്ചറായി വർക്ക് ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തത്. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് നടക്കുന്നത് അറിയുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല ഈ സ്ഥാപനത്തിൽ വരുന്നത്. 6 വർഷം മുമ്പ് ഇവിടെ വന്നതാണ് ഹിഫ്ള് പഠിക്കാൻ വേണ്ടി. അന്ന് 6 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതുപോലെയല്ല ഈ സ്ഥാപനം. ആകെ ഒരു ബ്ലോക്കേ ഉള്ളായിരുന്നു. ഇപ്പം ഭയങ്കര ക്രിയേറ്റീവാണ് ഇവിടെ. ഈ സ്ഥാപനത്തിൽ കടന്നു വരുമ്പോൾ തന്നെ നല്ല ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയറും, ഇവിടെ ധാരാളം കുട്ടികളുണ്ട് എന്ന് തോന്നില്ല. അത്രക്കും കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. കുട്ടികളെ ശബ്ദമുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് നിർത്തേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി കുട്ടികൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് തന്നെ അത് ഫീലാകും. അതുപോലെ ഇവിടെ രാവിലെ കുട്ടികളെ ഓരോ കഥകിനും പോയി മുട്ടി എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമില്ല. രാത്രി ഉറങ്ങാൻ പറഞ്ഞ് അവരെ ബാക്കിൽ നടക്കേണ്ട ആവശ്യമില്ല. അവർ സ്വന്തം ഒരു ചാക്രിക പ്രവർത്തനം നടത്തുന്നത് പോലെ ടൈമിന് രാവിലെ എണീക്കുകയും ക്ലാസ്സിൽ പോവുകയും ഫുഡ് കഴിക്കുകയും പിന്നെ വീണ്ടും വന്ന് ക്ലാസ്സിൽ പോയി ഓരോ ബെല്ലിന് ശേഷം അവർക്ക് ഓരോ സൂറത്ത് ഖിറാഅത്ത് ഉണ്ടാകും. അതുപോലെ ഇവിടെയുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ സാധാ ഹോസ്റ്റലിൽ ലഭിക്കുന്ന മാതിരി കുറച്ചല്ലേ ലഭിക്കുക. നമുക്കിഷ്ടമുള്ള അത്ര എടുത്ത് കഴിക്കാം. അതുപോലെ രാവിലെ ചായക്കടി ഒരു കടി വേണ്ടെങ്കിൽ അടുത്ത കടി എന്ന ഉദ്ദേശത്തിലാണ് 2-3 കടികളുണ്ടാകും. ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. പിന്നെ ഇവിടുത്തെ ജമാഅത്ത് നടക്കാൻ ഒരു ഇഖാമത്ത് കൊടുക്കും. ആ നേരത്തെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒപ്പം നിസ്കരിക്കുക. ഇവിടെ 10 ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഒരു നല്ല ടീച്ചർ എങ്ങനെയാകണം, ഒരു നല്ല ക്വാളിറ്റി സ്കിൽസൊക്കെ ഉള്ള ഒരു ടീച്ചർ എങ്ങനെയാകണം, ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ ചെന്നാൽ ഒരു കുട്ടിയോട് എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യണം, ഒരു കുട്ടിയെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ശീലിപ്പിക്കലും അത് അവരോട് അടിച്ചേൽപ്പിക്കാതെ അതിൻ്റെ മതപരമായ ഗുണങ്ങളും ഭൗതികമായ ഗുണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ ആ കുട്ടിയിൽ പ്രതിഫലിപ്പിക്കാമെന്ന് മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അത് ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാൻ ഉപകാരപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ടീച്ചറെന്നുള്ള ഒരു റെസ്പെക്റ്റും, അതുപോലെ അവർ നല്ല രീതിയിലാണ് നമ്മളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇതിലൂടെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഈ സ്ഥാപനത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് തരുന്നതോടൊപ്പം ഈ മഅദിൻ്റെ ചെയർമാൻ ഖലീൽ തങ്ങളെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. തങ്ങളെ സ്വരത്തിലൂടെ നമുക്ക് സന്ദേശം ലഭിച്ചു. ഒരു നല്ല ടീച്ചർ എങ്ങനെയാകണം, വെറും ഒരു ടീച്ചറായാൽ പോരാ, വരും തലമുറക്ക് വരും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ക്വാളിറ്റിയുള്ള ടീച്ചർ എങ്ങനെയാകണം. ഒരു സ്ത്രീയിലൂടെയാണ് ഒരു സമൂഹം വളർന്നു വരുന്നത്. അപ്പോൾ അതിലൂടെ വളർന്നു വരുന്ന കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാകണം. അത് എങ്ങനെയാണെന്ന് തങ്ങളെ സന്ദേശത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. വരും തലമുറക്ക്, അതായത് ഭൗതികം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഉമ്മമാർക്കും മക്കൾക്കും നൽകാനുള്ളൊരു സന്ദേശം, ഭൗതികം മാത്രം ആയതുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നില്ല. ഭൗതികവും അതോടൊപ്പം മതപരവും വേണം. എന്നാലേ നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. എന്നാലേ ഇവിടേക്കും നാളെ ആഖിറത്തുക്കും ഉപകാരപ്പെടുകയുള്ളൂ. അധികം ഉമ്മമാരും ഇങ്ങനെയുള്ള സ്ഥാപനം ഒരു ഫ്രീഡം ഇല്ലാതെ ഇരിക്കുമോ എന്ന് വിചാരിച്ച് മക്കളെ ചേർത്താതെ പോകുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാനും അവരുടെ ഇഷ്ടത്തിന് താമസിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടമാണ്. അതിലൂടെ
നമുക്ക് ഇവിടെ മാത്രമല്ല നാളെ ആഖിറത്തിലേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് മതഭൗതിക വിദ്യാഭ്യാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഅദിൻ ക്യൂലാൻഡ്, പുൽപ്പറ്റ, മഞ്ചേരി. കോൺടാക്ട് 9946623412.